എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാവേ. നമ്മളുടെ വീടിൻ്റെ അവസ്ഥ കണ്ടോ? പാത്രങ്ങളെല്ലാം അടുക്കളയിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിരിക്കുകയാണേ. കണ്ടോ? ഇതെല്ലാം എടുത്തിനി അടുക്കള ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് എടുത്ത് വെക്കാനായിട്ട് തിന്നിട്ടുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ? നമ്മുടെ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഇതെല്ലാം അടുക്കി പെറുക്കി നമുക്ക് അടുക്കളയിൽ കൊണ്ടുവെക്കണം. രാവിലെ മുറിക്കകത്തും എല്ലാം മൊത്തത്തിൽ പാത്രങ്ങൾ കിടക്കും. ഇതുണ്ടോ നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് നമ്മൾ ഇന്നലെ രാവിലെ പാറ്റായ്ക്ക് ചെറിയ പാറ്റായില്ല, അതിൻ്റെ ഭയങ്കര ശല്യമാണ് നമ്മുടെ അടുക്കളയ്ക്കകത്തെ. അപ്പം അതുകൊണ്ട് ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ പൊടി ഇടിച്ചു തന്നു. പൈസ കൊടുത്ത ആളെ വിളിച്ചത് കാണാൻ പൊടി കിടക്കുന്നുണ്ടോ? അങ്ങനത്തെ പൊടി ഇട്ട് ഇതിനകത്ത് സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അപ്പോൾ നമുക്കിനി ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം, ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഒന്ന് അടുക്കളയ്ക്കകത്തൊക്കെ വല്ലതും ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് എല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് ക്ലീനിങ് തുടങ്ങാം. പിന്നെ കർക്കിടക മാസം വരുകയും കൂടി ആയിരിക്കും. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം വാഷിംഗ് മെഷീൻ അത് തുണി ഇട്ടിട്ടുണ്ട് അലക്കാനായിട്ട്. അതിപ്പം അലക്കി കഴിഞ്ഞു. അതാ ഇനി അത് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പാത്രങ്ങളെല്ലാം നമുക്കിനി ഇതിനകത്തോട്ട് അടുക്കണം. ഞാൻ വെച്ചിട്ടുണ്ട്, പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തറയൊക്കെ ഒന്ന് തുടയ്ക്കണം. പാത്രങ്ങളെല്ലാം കഴുകി നല്ല ക്ലീനാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേണ്ട നമ്മൾ ബെഡ്റൂമിലോട്ടൊന്ന് വന്നതാണ്. അപ്പോൾ അവിടെ ഒക്കെ തുടച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഇങ്ങനെ പൊടിയിടുന്ന കാരണം മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ അടിയിൽ നിന്നൊക്കെ എടുക്കാൻ വലിയ പാടാണ്. കട്ടിലൊന്ന് വലിച്ച് നമുക്ക് പൊടിയൊന്നും തൂക്കാൻ പറ്റത്തില്ല. കട്ടിലിൻ്റെ അടിയിലൊക്കെ അപ്പടി പൊടിയായിരിക്കും. നമുക്കതൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ കനമാണ് കട്ടിലിന്. പിന്നെ ഞാൻ ഈ കമ്പ് കൊണ്ട് ചെല്ലാവുന്നിടമൊക്കെ നല്ല രീതിയിൽ ഒന്ന് തുടച്ച് പൊടിയും മുടിയും എല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേനൊരു പ്രത്യേകതയാണല്ലോ, എല്ലാം തുടയ്ക്കുകയും തൂക്കുകയും. അതുപോലെ തന്നെ നമ്മൾ രാമായണ മാസമല്ലേ, അപ്പോൾ അത് രാമായണം വായിക്കുന്ന വീടുകളിലൊക്കെയാണ് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് വിളക്കെല്ലാം ക്ലീൻ ചെയ്ത് കർട്ടനൊക്കെ ഊരി അലക്കി പിന്നെ നമ്മൾ തറയൊക്കെ തുടച്ച് വിളക്കൊക്കെ തേച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിട്ടയായിട്ട് ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ 3-4 ദിവസവും കൂടി ഉണ്ട്. എന്നാലും ഞാനിപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ഏതൊക്കെയാലും നമ്മൾ അടുക്കളയെല്ലാം മൊത്തം പൊടിയിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ ഓർത്ത് ഇന്നലെ ഒന്നും ചെയ്തില്ല. 2 ദിവസമായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഇത് ചെയ്യുന്നതിന് നല്ലൊരു പണിയാണ്. കാരണം നമുക്ക് ഈ സെറ്റിയും കട്ടിലും എല്ലാം കിടക്കുന്നതാണ്, നമുക്ക് മാറ്റിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും നല്ല കാര്യമാണ്. പിന്നെ ഉള്ള സ്ഥലം നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മോപ്പ് കൊണ്ടല്ല തൂക്കുന്നത്. ഇങ്ങനെ എനിക്ക് ഇവിടെ കോട്ടൻ്റെ തുണി കൊണ്ടാണ് ഞാനിങ്ങനെ തൂത്തെടുക്കുന്നത്. അടിയിൽ നിന്ന് ഇങ്ങനെ തൂത്തെടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ഈ മോപ്പിൻ്റെ ഈ നൂല് പോലത്തെ മോപ്പിൻ്റെ തുണി 2-3 പ്രാവശ്യം നമുക്ക് തുടച്ച് കഴിയുമ്പോഴത്തേനും ഒരു മണം ഫീൽ ചെയ്യും. എനിക്കത് എത്ര നമ്മൾ ലോഷൻ ഇട്ട് നമ്മൾ തുടച്ചാലും വേറൊരു മണമാണ്. അതെനിക്കിഷ്ടമില്ല. ഇതാകുമ്പോഴത്തേനും നമുക്ക് കഴുകി ഉണക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് തുടച്ചാൽ മതിയല്ലോ. ഇവിടെ അടുക്കളയിൽ പൊടിയിട്ടിരിക്കുന്ന കാരണം ഇന്നലെയൊന്നും വൈകിട്ട് തൊട്ടൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. നാട്ടിലൊക്കെ കൊതുകിൻ്റെ ശല്യമാണ്. ഇവിടെ അടുക്കളയിലും എല്ലായിടത്തും പാറ്റയുടെ ശല്യമാണ്. ഒരു രക്ഷയില്ലാത്ത പാറ്റയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മാക്സിമം ഞാൻ അടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷേ അത് പെരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എല്ലാം നമുക്ക് ഒരു സാധനം പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. പോരെങ്കിൽ ഇത് വിഷവും കൂടിയല്ലേ ഇതെല്ലാം കയറി ഇറങ്ങി നമ്മൾ എത്ര കഴുകി വെച്ചാലും പാത്രം പിന്നെയും കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ
വലിയ പണി കിട്ടുവേ. അപ്പം മുറിക്കകത്തൊന്നുമില്ല, ഈ അടുക്കളയ്ക്കകത്ത് മാത്രമാണ് ഈ പ്രശ്നം മുഴുവന്. അപ്പോൾ ഞാൻ ഹാളും എല്ലാം നല്ലതായിട്ടൊന്ന് തുടയ്ക്കുവാണ്. കാരണം നമ്മൾ അവിടുന്ന് പാത്രങ്ങളെല്ലാം ഇങ്ങോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പാത്രത്തിനകത്തെ പൊടികളും കാര്യങ്ങളും എല്ലാം കൂടി ആയപ്പോഴത്തേന് ഹാളെല്ലാം ഭയങ്കര വൃത്തികേടായിപ്പോയി. പിന്നെ അതൊക്കെ ഞാനൊന്ന് തുടച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഒറ്റ ട്രിപ്പിൽ ഇത് മൊത്തത്തിൽ അങ്ങ് തുടയ്ക്കുവാണെങ്കിൽ പിന്നെ 1-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേന്, കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഇനി ഇതുപോലെ തുടയ്ക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഓടിച്ച് വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു മൂഡിലിരിക്കുന്ന സമയത്താണെങ്കിൽ മൊത്തത്തിലെടുത്ത് എല്ലാം ക്ലീൻ ചെയ്യും. അല്ലാതെ ആടി തൂങ്ങിയിരിക്കുന്ന സമയത്തൊക്കെയാണ്, മടി പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ചെറുതായിട്ടൊന്ന് തുടച്ചൊക്കെ വിടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ലതായിട്ട് എല്ലായിടവും മാറ്റിയൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് ഇടും. പിന്നെ പ്രത്യേകിച്ച് ഈ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ കോട്ടയത്തൊക്കെ ആണെങ്കിൽ ആണ്ടുറപ്പ് 1-ാം തീയതി, ചിങ്ങമാസം 1-ാം തീയതിയുടെ തലേദിവസമൊക്കെയാണ് കൂടുതലായിട്ടും ക്ലീനിങ്. പഴയ സാധനങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയും, പുതിയ സാധനങ്ങളൊക്കെ മേടിക്കും. പഴയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെയല്ല ഉദ്ദേശിച്ചത്, പഴയ ചൂല് അങ്ങനെയുള്ള തുടയ്ക്കുന്ന സാധനങ്ങളെ, അങ്ങനെ കുറേ പഴയ സാധനങ്ങളിൽ 1 വർഷം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മിക്കതും കളഞ്ഞിട്ട് പുതിയ ചൂലൊക്കെ മേടിച്ച് തൂക്കുന്നതും എടുക്കുന്നതും ഒക്കെ അങ്ങനെ ഒരു ശീലമൊക്കെ ഉണ്ട്. പിന്നെ കർക്കിടകത്തിൽ നമ്മൾ രാമായണ മാസം തുടങ്ങുന്നതുകൊണ്ട് മാത്രമാണ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെല്ലാം രാമായണം വായിക്കുന്നിടത്ത് ഇതൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അമ്പലങ്ങളിലൊക്കെ രാമായണം വായനയുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. പിന്നെ നമ്മുടെ വീട് വൃത്തിയാകുക നമ്മുടെ ആചാരങ്ങളുടെ രീതിയിൽ നമുക്കൊന്ന് ചെയ്യണമെന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിതൊന്ന് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് തുണി ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട്. അത് കുറേ ഉണ്ടായിരുന്നു അലക്കാനായിട്ട്, 2 ദിവസമായിട്ടുള്ളതുണ്ടായിരുന്നു. അതൊക്കെ അലക്കാനുള്ളത് വേറെ കിടന്നതും എല്ലാം ഞാൻ ഒന്ന് തപ്പിപ്പെറുക്കി എടുത്ത് അതെല്ലാം വാഷിംഗ് മെഷീനകത്ത് അലക്കിയിട്ടിട്ടുണ്ട്. അതെല്ലാം ഇത് ചെയ്തതിന് ശേഷം ഒന്ന് വിരിച്ചിടണം. അപ്പം ഇത് ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണിയാണെങ്കിലും പിന്നെ വിരിച്ചിടാം. അതിന് ശേഷം ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിന് ഇതേണ്ട ബാൽക്കണി ഒന്നുമില്ല. അപ്പോൾ രാഹുലിൻ്റെ റൂമിലാണ് ഞാൻ തുണിയൊക്കെ വിരിച്ചിടുന്നത്. അവിടെ വെച്ച് സൗകര്യമുള്ള സ്റ്റാൻഡ് വെക്കാനായിട്ട് അവിടെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷം തേണ്ട നമ്മുടെ ഹാളും അതുപോലെ തന്നെ റൂമുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പം ഇനി ഇതിന് ശേഷം എനിക്ക് ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുക കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് അവർ വന്നു കഴിയുമ്പോൾ എല്ലാം ചവിട്ടി കയറി കഴിയുമ്പോൾ എല്ലാം നാശമാക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോയും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.